പഴുത്ത് തുളകൾ ഉണങ്ങുമ്പോൾ നൂലഴിച്ച് ഊരിക്കളഞ്ഞ് വെള്ളിയലുക്കത്തിടുമെന്നും അത് കഴിഞ്ഞ് കല്യാണത്തിന് വെള്ളിയലുക്കത്ത് മാറ്റി സ്വർണ്ണ അലുക്കത്താകുമെന്നും മജീദിന് അറിയാമായിരുന്നു. മജീദ് സുഹറായോട് ചോദിച്ചു, ഈ കാതുകുത്ത് എന്തിന്? അറിയാൻ മേല. അധികം നൊന്തോ? സുഹറ വേദനയോടെ പറഞ്ഞു. ഉമ്മിണിശ. ഇത്രയുമായപ്പോൾ മജീദിനെ കാണാഞ്ഞിട്ട് ആളുകൾ തിരക്കിച്ചെന്നു. രണ്ടുപേർ താങ്ങിയാണ് അവനെ തിരികെ വീട്ടിലെടുത്തു കൊണ്ടുപോയി കിടത്തിയത്. സുഹറായും മജീദും അക്കൊല്ലം ജയിച്ചു. ഗ്രാമത്തിലെ സ്കൂളിലെ ഒടുവിലത്തെ ക്ലാസ്സിൽ നിന്നാണ്. തുടർന്ന് പട്ടണത്തിലെ ഹൈസ്കൂളിൽ പോയി പഠിക്കാനുണ്ടായിരുന്ന സുഹറയുടെ ആഗ്രഹം തകർന്ന ഒരു സംഭവമുണ്ടായി. മജീദ് ആദ്യമായി മരണം കണ്ടു. സുഹറായുടെ ബാപ്പ മരിച്ചു. അതോടെ അവളും അവളുടെ 2 ഇളയ സഹോദരിമാരും ഉമ്മായും നിരാശ്രയരായി. എല്ലാം കൂടി അവർക്കുണ്ടായിരുന്നത് ഒരു മുറിപ്പുരയിടവും ചെറിയൊരു വീടുമാണ്. അടയ്ക്കാ കച്ചവടം മൂലം കിട്ടിയിരുന്ന ലാഭം കൊണ്ടാണ് അവളുടെ ബാപ്പ ആ കുടുംബം പുലർത്തിയിരുന്നത്. വെളുത്ത തൊപ്പിയും ചെമ്മണ്ണ് പുരണ്ട മുഷിഞ്ഞ മുണ്ടും അതുപോലത്തെ തോർത്തുമാണ് അദ്ദേഹം ധരിക്കുക. കറുത്ത താടിയുള്ള വെളുത്ത വട്ടമുഖത്തെ കറുത്ത മിഴികൾ പുഞ്ചിരി തൂകുന്നവയായിരുന്നു. മുന്നോട്ട് അല്പം വളവോടെ മടക്കിയ ചാക്ക് കക്ഷത്തിൽ വെച്ച് അദ്ദേഹം നടക്കും. നാട്ടിലുള്ള വീടുകളിൽ നിന്നും അടയ്ക്ക വാങ്ങിച്ച് ചാക്കിൽ നിറച്ചു കെട്ടി തന്നെത്താൻ ചുമന്നുകൊണ്ടുപോയി പട്ടണത്തിൽ വിൽക്കും. വലിയ സംഭാഷണപ്രിയനാണ്. കണ്ടിട്ടുള്ള രാജ്യങ്ങളിലെ വിശേഷങ്ങളൊക്കെ മജീദിനോട് പറയും. വെളിയിലാണ് യഥാർത്ഥ മുസൽമാരുള്ളത്. ആ ഗ്രാമത്തിലുള്ളവരോ അന്ധവിശ്വാസികൾ, ഹൃദയകാഠിന്യമുള്ളവരും. നല്ലവരെ കാണണമെങ്കിൽ വെളിയിൽ പോകണം. ഇവിടെ ഉള്ളവർ കരുതുന്നത് ഇവർ മാത്രമാ ശരിയായ ഇസ്ലാമിങ്ങൾ. അറിവില്ലാത്തതിൻ്റെ ഒറ്റ ദൂഷ്യം, പടച്ചോൻ വേണ്ടിയാ വെച്ച് നിങ്ങളൊക്കെ പഠിച്ച് വലുതായി വരുമ്പോൾ ഈ സ്ഥിതിയൊക്കെ പോകും. സുഹറായെ വലിയ പരീക്ഷകൾ പാസ്സാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അദ്ദേഹം പറയും, അവൾ വലിയ ഉദ്യോഗം ഭരിക്കുമ്പോൾ നമ്മളൊക്കെ മറക്കും. അതെൻ്റെ ബാപ്പാണെന്ന് പറയാൻ അവൾക്ക് വലിയ നാണായിരിക്കും. അത് ശരിയാണ്, മജീദ് കള്ളനോട്ടത്തോടെ പറയും. സുഹറ വലിയ അന്തസ്സുകാരിയാ. അപ്പോൾ സുഹറ വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കണ്ണുകൾ മിഴിച്ച് പല്ലുകൾ ഞെരിച്ച് അല്പം രൂക്ഷത പ്രദർശിപ്പിച്ച് ശബ്ദമുണ്ടാക്കാതെ പറയും, ഉമ്മണി വലിയ ഒന്ന്. അതുപോലുള്ള സന്ദർഭങ്ങളിൽ മജീദ് അവളെ ശിക്ഷിക്കും. അതൊരു പ്രത്യേക തരത്തിലാണ്. അവൻ്റെ പക്കൽ എപ്പോഴുമുള്ള റബ്ബർ തെറ്റാലിയിൽ മടിയിൽ നിന്ന് ഒരു ചെറിയ ഉരുളൻ കല്ലെടുത്ത് വെച്ച് സുഹറായുടെ കണങ്കാൽ നോക്കി പതുക്കൊന്ന് വലിച്ചുവിടും. ഉന്നം പിഴയ്ക്കാറില്ല. കണങ്കാലിൽ കൊണ്ടുകഴിയുമ്പോൾ അവൻ പറയും, ആ കഥകൾ പറ്റിയിരുന്ന ചുണ്ണാമ്പിൽ തന്നെ ഞാൻ കൊള്ളിച്ച്. സുഹറ അനങ്ങുകയില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും 1-2 തുള്ളി കണ്ണുനീർ അടർന്നു വീഴും. അത്രമാത്രം. അതൊന്നും കാണാത്ത സുഹറായുടെ ഉമ്മ മജീദിനോട് പറയും, നീ ഈ ഉന്നം നോക്കി നോക്കി ഞങ്ങളുടെ കലവും ചട്ടിയും ഒക്കെ പൊട്ടിച്ചു തീർക്കും. മജീദേ, നിങ്ങളെപ്പോലെ മുതലുണ്ടോ ഞങ്ങൾക്ക്? ഓ, ഞാൻ ഇനി ഉന്നം നോക്കാൻ വരുന്നില്ല. ഞാൻ ഈ രാജ്യത്ത് നിന്നൊക്കെ ദൂരെ ദൂരെ പോകാൻ പോവുകയാണ്. എവിടെ? 6 മാസത്തെ വഴിക്കപ്പുറത്ത്. എന്നിട്ട് സുഹറ പറയും, സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് പോരും. അതാണ് മജീദിനെ പറ്റിയുള്ള സുഹറായുടെ അഭിപ്രായം. സുഹറായെ പറ്റിയുള്ള മജീദിൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. എന്നിട്ട് ഞാൻ നാടൊക്കെ ചുറ്റി മടങ്ങി വരുമ്പോൾ സുഹറ വലിയ ഉദ്യോഗസ്ഥയായിരിക്കും. അപ്പോൾ ഈ ശ്രീമതി എന്നെ കണ്ടാൽ കണ്ടിട്ടുള്ള ഭാവം പോലും കാണിക്കുകയില്ല. വിദൂരവും സംതൃപ്തവുമായ ഭാവിയെ കണ്ടിട്ടെന്ന പോലെ നേരിയ മന്ദഹാസത്തിൻ്റെ ഉദയം അവളുടെ മുഖത്തുണ്ടാവും. വളരെ ആലോചനയ്ക്ക് ശേഷം അവൾ പറയും, ചെറുക്കനല്ലേ പഠിച്ചു പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവാൻ പോകുന്നത്. ഞങ്ങൾക്ക് പണമില്ലല്ലോ. സുഹറായുടെ ബാപ്പ പറയും, പണമൊക്കെ ഞമ്മക്ക് അല്ലാഹു തരും. ഞമ്മക്ക് 3 പേർക്കും കൂടി ഒന്നിച്ചു പോരാം. പട്ടണത്തിലെ പള്ളിക്കൂടത്തിൽ നിന്ന് ഞാൻ അടയ്ക്കാ വിറ്റേച്ച് ദിവസവും പള്ളിക്കൂടത്തിൻ്റെ ബാധിക്ക വന്ന് നിന്നോളാം. പക്ഷേ അതിന് തരപ്പെട്ടില്ല. അദ്ദേഹം മഴ നനഞ്ഞു വന്ന് 2-3 ദിവസം പനിയായിട്ട് കിടന്നു. 3-ാം ദിവസം സന്ധ്യയ്ക്ക് മരിച്ചു. മരണശയ്യയ്ക്കടുത്ത് മജീദും ഉണ്ടായിരുന്നു. കെട്ടുപോയ വിളക്കിൻ്റെ പുക പിടിച്ച് കറുത്ത ചിമ്മിനി പോലെ ആ മിഴികൾ രണ്ടും, വെളിച്ചവും ചൂടും പോയ അനക്കമില്ലാത്ത ശരീരം. പിറ്റേ ദിവസമാണ് മയ്യത്ത് മറവ് ചെയ്തത്. അന്ന് സന്ധ്യയ്ക്ക് സുഹറായെ പ്രതീക്ഷിച്ച് പതിവ് പോലെ മജീദ് മാവിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അവൾ ദുഃഖഭാരത്തോടെ സാവധാനം മജീദിൻ്റെ അടുത്ത് വന്നു. മജീദ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു.